പണ്ടത്തെ കൂട്ടുകാരും പണ്ടത്തെ നാടും വീടും ഓർമ്മകളിൽ ഓളം തല്ലുമ്പോൾ ഉള്ളം തുളുമ്പുന്നു. ചേമ്പിലത്താളാൽ കുട ചൂടി പൊട്ടിയ സ്ലേറ്റൊന്നു നെഞ്ചിലൊതുക്കി ഓടിക്കിതച്ചൊന്നു സ്കൂളിലേക്ക് എത്തുവാൻ കൊതിയൊന്നില്ലേ, ഇന്നും കൊതിയൊന്നില്ലേ. മഴച്ചാറ്റലിൽ മാമ്പഴം വീഴുമ്പോൾ കൊതിയോടത് ഓടിയെടുത്ത് ഉപ്പു പുരട്ടിയിട്ടൊന്നു കടിക്കുവാൻ കൊതിയൊന്നില്ലേ, ഇന്നും കൊതിയൊന്നില്ലേ. ഇതാണ് എൻ്റെ ഫാക്ട് ഈസ്റ്റേൺ യു പി സ്കൂൾ. ഒരു നീല നിക്കറും വെള്ള ഷർട്ടും ഇട്ടിട്ട് ഈ പടി കടന്നു വരുമ്പോൾ ഒരിക്കലും മനസ്സിൽ ഇപ്പോഴുള്ളൊരു നാദർഷ അല്ലെങ്കിൽ നാദർഷയിലെ കലാകാരൻ, ആ കലാകാരൻ്റെ വളർച്ച തീർച്ചയായിട്ടും ഈ സ്കൂളിൽ നിന്നാണ്. ഇവിടെ വന്നിട്ട് ഈ നടയിൽ നിന്നിട്ടാണ് ഞാൻ സ്കൂൾ ലീഡറായിരുന്നു ഒരു 3 വർഷം. ദേശീയഗാനവും സ്കൂളിലെ മറ്റ് പാട്ടുകൾ അല്ലെങ്കിൽ പ്ലഡ്ജ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നിട്ടാണ് ചെയ്തിരുന്നത്. എല്ലാ വെള്ളിയാഴ്ചയിലും എന്ത് ചെണ്ടപ്പുറത്ത് കോല് വീഴുന്നത്, സ്കൂളിൻ്റെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നാദർഷയുടെ പാട്ടില്ലാത്ത ദിവസം ഉണ്ടായിരുന്നില്ല, നാദർഷയുടെ പ്രസൻസ് ഇല്ലാത്ത ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല. ചേമ്പിലത്താളാൽ കുട ചൂടി പൊട്ടിയ സ്ലേറ്റൊന്നു നെഞ്ചിലൊതുക്കി ഓടിക്കിതച്ചൊന്നു സ്കൂളിലേക്ക് എത്തുവാൻ കൊതിയൊന്നില്ലേ, ഇന്നും കൊതിയൊന്നില്ലേ. ആ കാണുന്ന സ്റ്റേജ്, അതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു പൊതു വേദിയിൽ കയറി നിന്നിട്ട് ആദ്യമായിട്ട് പെർഫോം ചെയ്ത സ്റ്റേജ്. ഓഡിയൻസിന് സാക്ഷി ചേർത്തിട്ട് അത് ആദ്യമായിട്ട് പാടിയപ്പോൾ കിട്ടിയത് ആ ഒരു സ്റ്റേജ് കാണുമ്പോൾ ഇപ്പോഴും ഒരുപാട് സ്റ്റേജിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു വേദി കണ്ടപ്പോൾ സർ ഈ സ്റ്റേജിൽ നിന്നിട്ടാണ് ഒത്തിരി പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. എന്ത് പരീക്ഷണം നടത്തിയിരുന്ന സ്ഥലം ഇതിൻ്റെ ബാക്കിൽ, ആ സ്റ്റേജിൻ്റെ ബാക്കിൽ നിൽക്കുന്ന കുറേ ക്ലാസ് റൂമുകളുണ്ട്. ആ റൂമിലൊക്കെയാണ് ഞങ്ങൾ പലവിധ കോലം കെട്ടിച്ച് ടീച്ചേഴ്സ് ഡാൻസ് ചെയ്യിപ്പിച്ചതും. ഞാനൊന്ന് ഡാൻസൊക്കെ ചെയ്യുമായിരുന്നു. ഈ സ്റ്റേജിൽ കയറി കാണിക്കാത്ത അഭ്യാസങ്ങളൊന്നുമില്ല. ഡാൻസ് ചെയ്തിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെന്താ, ഒത്തിരി ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അമേരിക്ക ആയാലും എവിടെയൊക്കെ പോയാലും ഈ ഒരു സ്റ്റേജിൽ കാണുന്ന അത് കാണുമ്പോൾ കിട്ടുന്നൊരു വല്ലാത്തൊരവസ്ഥയിൽ പോയി. ചേമ്പിലത്താളാൽ കുട ചൂടി പൊട്ടിയ സ്ലേറ്റൊന്നു നെഞ്ചിലൊതുക്കി ഓടിക്കിതച്ചൊന്നു സ്കൂളിലേക്ക് എത്തുവാൻ കൊതിയൊന്നില്ലേ, ഇന്നും കൊതിയൊന്നില്ലേ. എന്നെ മിമിക്രിയിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഗുരുനാഥന്മാരാണ് രമേശ് കുറുമശ്ശേരി, ജോർജ് ഏലൂർ. ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ്. പക്ഷേ ഞാൻ ഗാനമേളയ്ക്ക് നമ്മുടെ സിംഗേഴ്സ് സാക്സ്, കൂനമാവ് സാക്സ് സിംഗേഴ്സ്, ഈ 2 ട്രൂപ്പിൽ ഗാനമേളയ്ക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് മിമിക്രി ട്രൂപ്പിൻ്റെ ഗാനമേള ഇൻ്റർവെല്ലിൽ മിമിക്രി കാണിക്കാൻ വന്നതാണ് രമേശ്. ഞാനും നാദൃശ്യം വളരെ ചെറുപ്പം മുതലേ കൂട്ടുകാരായിരുന്നു, ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ നാദൃശ പാട്ടുകാരനും ഞാൻ മിമിക്രി ആയിട്ട് നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഓട്ടക്കാരൻ. അതെ, അങ്ങനെ നടക്കുന്ന കാലത്ത് രമേശിനെ എനിക്ക് പരിചയമേ ഇല്ല. പിന്നീട് സാക്സിലൊക്കെ ഇട്ടാണ് രമേശ് നാദൃശായിട്ടുള്ള പരിചയങ്ങളുള്ളൂ. നാദൃശയിലേക്ക് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സന്തോഷ് കലാഭവനിൽ സെലക്ഷൻ കിട്ടി പോയപ്പോൾ എനിക്കൊരു തുണ വേണം, ഒരു മിമിക്രി. അന്നൊക്കെ 2 പേര് വെച്ചുള്ള മിമിക്രിക്ക് വേണം. അപ്പോൾ ഒരു തുണ വേണം. അതെ. അങ്ങനെ ഇരിക്കുമ്പോൾ നാദൃശ അന്നത്തെ തമിഴ് പാട്ടൊക്കെ കസറുന്നൊരു ഗായകനാണ്, ഏലൂരാണെന്നറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഐക്കഫിൻ്റെ ഒരു കോമ്പറ്റീഷനിൽ എന്നെ മിമിക്രിക്ക് തോൽപ്പിച്ചൊരു കക്ഷിയാണ് ജോർജ്. അന്നേ ഞാൻ ജോർജിനെ നോട്ടൗട്ടാണ്. അപ്പോൾ നാദൃശയോട് പറഞ്ഞിങ്ങനെ ജോർജിനെ ഒന്ന് പരിചയപ്പെടുത്തണം, ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രോഗ്രാം പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ജോർജിനെ നാദൃശ പരിചയപ്പെടുത്താണ്. അങ്ങനെ ജോർജും ഞാനും
റിഹേഴ്സൽ എടുക്കാൻ വേണ്ടി ഇവരുടെ അടുത്തൊരു സുഹൃത്തായ ലാല് അല്ലേ, ലാലിൻ്റെ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ റിഹേഴ്സൽ നടക്കുകയാണ്. അപ്പോൾ ജോർജിനാണെങ്കിൽ തബല നന്നായിട്ട് അടിക്കുമല്ലോ. അപ്പോൾ പാട്ടിന് പ്രാധാന്യമുള്ള ഒരു ഐറ്റം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാദൃഷ ബിറ്റൊക്കെ വായിക്കണം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞു, നാദൃഷ നീ കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോവാം, ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒരു യൂണിറ്റി ആവും, നമുക്ക് ഒരുമിച്ച്. പിന്നെ അല്ല, അത് വേദിയിലാവും നോക്കൂലോ. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ ആകെ ഭയങ്കര പേടിയായിരുന്നു. അയ്യോ ഞാൻ മിമിക്രി ചെയ്യൂല, ഞാൻ പാട്ട് മാത്രം പാടുള്ളൂ, എനിക്കത് പറ്റില്ല, അങ്ങനെ പറ്റില്ല. നീ ആ റേഡിയോ ഐറ്റത്തിൽ ആ മ്യൂസിക് മാത്രം ഒന്ന് ഇട്ടാൽ മതി, എന്നിട്ട് സൈഡിലേക്ക് മാറിയെന്നോ. അങ്ങനെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് അങ്ങനെ ഒരു ഓഗസ്റ്റ് 15-ന് പണ്ട് ഞാൻ അതൊക്കെ പറയാൻ പോണു. ഓഗസ്റ്റ് 15 നമ്മൾ ഇവിടെ കാർമൽ ഇരിക്കുന്നത് ഫസ്റ്റ് പ്രോഗ്രാം തന്നെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഫസ്റ്റ് പരിപാടി കാരണം അന്ന് ആ ഏരിയയിലൊന്നും ഒരു മിമിക്രിയും കളിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അതെ സാനിസ് കുറുമശ്ശേരി അതാണ് ഫസ്റ്റ് പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് പ്രോഗ്രാം എവിടെയായിരുന്നു ഓർക്കണ്ടോ? അങ്കമാലി SNDP അല്ല, UC കോളേജ്. സെക്കൻഡ് പ്രോഗ്രാം UC കോളേജ്. അങ്ങനെ അടുപ്പിച്ചൊരു 4-5 പരിപാടി ഉണ്ടായിരുന്നു അല്ലേ, കണ്ടിന്യൂസ് പ്രോഗ്രാം ആയിരുന്നു. ആലുവ UC കോളേജിൽ വെച്ചിട്ടല്ലേ മറ്റേ എനിക്ക് പണ്ട് എന്താണ് കോളേജിൽ വെച്ചിട്ട് പരിചയമുണ്ടായിരുന്ന, അല്ല സ്കൂളിൽ വെച്ചിട്ട് പരിചയമുണ്ടായിരുന്ന ഒരു കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചത്. അന്ന് ഞങ്ങള് സ്കൂളിൽ വെച്ചിട്ട് ഒരു നമുക്ക് അത്യാവശ്യം സ്കൂൾ തലങ്ങളിൽ ചില പിള്ളേരോടൊക്കെ ഭയങ്കര ഇഷ്ടം, മാനസികമായിട്ട് ഇഷ്ടം. പെൺകുട്ടിയാണ് പെൺകുട്ടി. അപ്പൊ ആ കുട്ടിയുടെ അടുത്തൊരു ഇഷ്ടമൊക്കെ തോന്നി. അപ്പൊ ഇത് ശ്വാസം പഠിക്കുന്നതിനാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയി 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് പരസ്പരം അങ്ങോട്ടും കണ്ട് കാരണം നമ്മള് ബോയ്സ് വേറെ ഗേൾസ് വേറെ ആയിട്ടുള്ള സ്കൂളിലല്ലേ പഠിച്ചത്, ഞങ്ങൾ രണ്ടുപേരും സ്കൂൾ. അപ്പം ഇങ്ങനെ വെറുതെ മുഖത്തോട് നോക്കി നിൽക്കാന്നുള്ളത് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ വെച്ചിട്ടാണ് ഈ കുട്ടിയെ കാണുന്നത്. അന്ന് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ കണ്ടു ഈ കുട്ടി അവിടെ മാറിയിരിക്കണത്. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരാൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഫസ്റ്റ് ആദ്യമായിട്ട് സംസാരിക്കുന്നതാണ്. തനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഇങ്ങനെ ഇത്രയും ഭയങ്കര വൃത്തിയോടൊക്കെ കാണിക്കും. അതേപോലെ ആലങ്ങാട് പള്ളിയിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അതായത് 3 പേര് ഉറക്കത്തിൽ സ്വപ്നം കാണുന്നൊരു ഐറ്റമാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 പേര് ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ ഉറങ്ങും. ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓരോ സ്വപ്നങ്ങൾ കാണുകയും പേടിപ്പെടുത്തൊക്കെ ചെയ്യണേ. ഈ നേരത്ത് ഫ്രണ്ടിലിരിക്കുന്ന ഒരു കുട്ടി നാദക്ഷയുടെ മുഖത്ത് നോക്കി, ഇത് എന്തും മോന്തയാണടാ. നാദക്ഷയ്ക്ക് പിന്നെ കംപ്ലീറ്റ് പിടിവള്ളിയും പോയി. ഇത് ഞങ്ങള് രണ്ടുപേരെ ആരുടെ മുഖത്ത് നോക്കിയാണെന്നുള്ളത് നിന്റെ മുഖത്ത് അതെ അതെ അതെ. അല്ല ആ കൊച്ചു ചൂണ്ടി തന്നെ പറഞ്ഞു, കണ്ണു പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഇട്ട് അടച്ചു നോക്കൂലോ. വെറുതെ ആ കൊച്ചിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇതില് പ്രാധാന്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോഗ്രാം പോലെ അല്ലായിരുന്നു സെക്കൻഡ് പ്രോഗ്രാം. തേർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാദൃഷക്ക് പിന്നീട് ധൈര്യം കൂടി വരികയും അല്ലേ, ഞങ്ങളുടെ ഒരു കൂടുതൽ ഐറ്റംസ് ചെയ്യാനായിട്ട് നാദൃഷ തന്നെ ഇങ്ങോട്ട് അത് ഞാൻ ചെയ്തോളാം ഇത് ഞാൻ ചെയ്തോളാം. പക്ഷെ ആദ്യമൊക്കെ പേടിച്ചിട്ട് സ്റ്റേജിന്റെ പുറകെ പോയി തിരിഞ്ഞു നിൽക്കുമായിരുന്നു അല്ലേ. പിന്നെ അന്നത്തെ ഒരു ഹിറ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ മൊല്ലാക്കയ്ക്ക് ഇറച്ചു കൊണ്ടുപോകുന്ന ഒരു സീൻ. അപ്പൊ മൊല്ലാക്കയായിട്ട് ഞാനും മോനായിട്ട് അയൽവക്കക്കാരനായിട്ട് നാദൃശ്യം ചെയ്തത് തിന്നു മൊല്ലാക്ക. പിന്നെ വേറൊരു പാട്ടുണ്ടായിരുന്നില്ലേ നമ്മള് ഏറ്റവും ലാസ്റ്റില് ഞങ്ങളുടെ പ്രോഗ്രാം അവസാനിക്കുമ്പോൾ അപ്പോൾ ഒരു 40 പൈസ പോയിന്റ് പറവൂര് വരാപ്പുഴ ഏരിയയിൽ മുഴുവനും പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ട ജനം തന്നെയാണ് വീണ്ടും വന്നിരുന്ന് കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ഐറ്റം ഈ ശാസ്താം പാട്ടുണ്ടല്ലോ, മണ്ഡലകാലങ്ങളിൽ കാരണന്മാർ പാടുന്ന ശാസ്താം പാട്ട്, അത് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഓഡിയൻസ് അത് തന്നെ പാടിക്കൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകും. അതേമാതിരി ഒരു പാട്ടുണ്ടായിരുന്നു, ഓർക്കണ്ട? രമേശാണ് പാടിയിരുന്നത്. ഞാനും ജോർജും കജന വിട പോയണ്ടോ കജനയും കണ്ടില്ലെങ്കിൽ ഞാനിപ്പ മരിക്കുക ചെയ്യും. കജന വിട പോയണ്ടോ കജനയും കണ്ടില്ലെങ്കിൽ ഞാനിപ്പ മരിക്കുക ചെയ്യും. കജനേ കാജാനേ എന്നു വിളിച്ചുടൻ മാമുനി ചുക്കനുടെ ഉദരത്തിൽ കിടന്ന് കജനും വിളി കേട്ടൊരു നേരം. ചുക്കനുടെ ഉദരത്തിൽ കിടന്ന് കജനും വിളി കേട്ടൊരു നേരം. കജന വിട പോയണ്ടോ കജനയും കണ്ടില്ലെങ്കിൽ ഞാനിപ്പ മരിക്കുകയും. ഇത്രയൊക്കെ കാണാണ്ട് പഠിച്ചെങ്കിൽ 10ാം ക്ലാസ്സിൽ നിന്ന് ഇതാണ് എൻ്റെ തറവാട്, ഇതെൻ്റെ ഉമ്മ.
ഇത് അനിയൻ ഷൗക്കത്ത്, അത് ഏറ്റവും ഇളയ അനിയൻ സമദ്. ഇതിനിടയിൽ 2 പരിപാടിയുണ്ട്. എൻ്റെ തൊട്ട് താഴെ എനിക്കൊരു പെങ്ങളുണ്ട്. പിന്നെ അതിന് തൊട്ട് താഴെ സാലി എന്ന് പറഞ്ഞ ബ്രദറുണ്ട്. അവനിപ്പോൾ ബോംബെയിലാണ്, ഒരു പ്രോഗ്രാമായിട്ട് പോയേക്കുക. ഇത് സമദിൻ്റെ മോൻ. ഷൗക്കത്ത് ബിസിനസ്സാണ്, സമദ് ആർട്ടിസ്റ്റാണ്. സമദിനെ ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ അറിയാമെന്ന് തോന്നുന്നു. അവൻ ഏറ്റവും ഉള്ള അനിയനാണ്. ഇത് എൻ്റെ കുടുംബം. ഇത് ഭാര്യ ഷാഹിന, ഇത് മൂത്ത മോള് ആയിഷ, ഇത് ഇളയ മോള് ആലിയ, ഖദീജ എന്ന് പേരുണ്ട്, ഞങ്ങൾ ചജ്ജ എന്ന് വിളിക്കും. ഇതാണ് എൻ്റെ ഒരേ ഒരു പെങ്ങള് ഷൈല. ഇത് അളിയൻ, പേര് ഷമീർ. സിസ്റ്റർ 3 പെൺകുട്ടികളുള്ളത്. അതിൽ മൂത്ത ആൾ മരിച്ചുപോയി, ചിപ്പി, മുത്ത്, പവിഴം. ഇതാണ് 3 കുട്ടികളുടെ പേര്. അലിഷ എന്നാണ് ശരിക്കുള്ള പേര്. ഇത് പവിഴം, അലീന. ഇത് ബാബു പാതാളം, എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ചെറുപ്പം തൊട്ട് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചറിയാം.